നടത്തിയ ശ്രമങ്ങൾ. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ജിൻഷാദ് ജിന്നാസ്, പക്ഷേ ഇവിടെ പ്രതിപക്ഷം ഇവിടെ കല്യാശ്ശേരിയിൽ അവിടെ യൂത്ത് കോൺഗ്രസിന്റെ ഏതാനും പ്രവർത്തകർക്ക് തല്ല് കിട്ടിയതോടുകൂടി തെരുവിലേക്ക് വീണ്ടും വീണ്ടും വരികയുണ്ടായി. അത് യൂത്ത് കോൺഗ്രസും KSUമാണ്. തുടക്കത്തിൽ തന്നെ പ്രതിപക്ഷം ഒരു നിലപാടെടുത്തിരുന്നുവല്ലോ, ഒരു കടലാസ് കഷ്ണം പോലും നവകേരള ബസ്സിന് നേരെ എറിയുകയില്ല, ഞങ്ങൾ പങ്കെടുക്കുകയില്ല, മാറി നിൽക്കും, പക്ഷേ പരസ്യമായ ഒരു പ്രതിഷേധം ഉണ്ടാവുകയില്ല എന്ന്. പക്ഷേ പല സ്ഥലങ്ങളിലും നിങ്ങളെ വലച്ചുകൊണ്ട് ഈ UDFന്റെ ചില നേതാക്കളൊക്കെ പങ്കെടുക്കുകയും ചെയ്തു. അതിങ്ങോട്ട് തെക്കോട്ട് വരുമ്പോൾ കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ തന്നെ ഒരു നേതാവ് പങ്കെടുക്കുന്ന കാഴ്ചയും കണ്ടു. അപ്പോൾ നിങ്ങൾക്കും അതിനകത്ത് ഈ ഇത്തരത്തിലുള്ള ചില കല്ലുകടികൾ ഉണ്ടായിട്ടുണ്ട്. മഞ്ജുഷൻ, ഞങ്ങൾക്ക് ഇതിനകത്ത് ഒരു കല്ലുകടിയുമില്ല. ഞങ്ങൾ കൃത്യമായി തന്നെയാണ് UDFന്റെയും കോൺഗ്രസിന്റെയും അതുപോലെ UDFന്റെ ഭാഗമായിട്ടുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികളും കൃത്യമായി നിലപാട് പ്രഖ്യാപിച്ചിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. കേൾക്കാൻ പറഞ്ഞോളൂ. എക്കോ അടിക്കുന്നുണ്ട്, അത് പരിഹരിക്കാം. അപ്പോൾ അതിൽ ഒന്നാമത്തൊരു കാര്യം ഞങ്ങൾ കൃത്യമായി പങ്കെടുക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ളവരാരും ഇതിനകത്ത് പങ്കെടുത്തിട്ടില്ല. പിന്നെ ഇതിൽ ഒന്നോ രണ്ടോ നേതാക്കന്മാർ അവിടെയും ഇവിടെയുമായി പങ്കെടുത്തതായി കണ്ടു. അതിലൊന്ന് പാലക്കാടിന്റെ നേതാവിന്റെ നിലപാട് എന്താണെന്ന് ഞാൻ ഇനി മഞ്ജുഷിനോട് പറഞ്ഞു പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അതെന്തുമാകട്ടെ, അതവിടെ നിൽക്കട്ടെ. ഇപ്പം എന്തായാലും മഞ്ജുഷെ, ഞങ്ങൾ ഈ കരിങ്കൊടി പ്രയോഗം അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രതിഷേധം കല്യാശ്ശേരിയിൽ ഞങ്ങളുടെ സഹപ്രവർത്തകരെ ചെടിച്ചട്ടി കൊണ്ട് തലക്കടിച്ച് ഉണ്ടായതിന് ശേഷമാണല്ലോ ഞങ്ങൾ മറ്റു ജില്ലകളിലും മറ്റു പ്രദേശങ്ങളിലും പ്രതിഷേധം ശക്തമാക്കാൻ ശ്രമിച്ചത്. അപ്പോൾ ഇന്നിപ്പോൾ കല്യാശ്ശേരി മാടായി കോളേജ് ITI കോളേജിലെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നിരിക്കുകയാണ്. SFIയുടെ ചെങ്കോട്ടയിൽ KSU 6 സീറ്റിൽ 6 വിജയിച്ചുകൊണ്ട് ജനാധിപത്യ പുലരി ഇന്ന് അവിടെ പിറന്നിരിക്കുകയാണ്. ഈ മാടായി കോളേജിലും മാടായി പരിസരത്തും ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ KSUവിന്റെ പ്രവർത്തകരെ ചെടിച്ചട്ടി കൊണ്ട് തലക്കടിച്ച DYFIക്കും SFIക്കും ജനാധിപത്യ കൈരളിയിൽ നിന്നും ആദ്യത്തെ തിരിച്ചടിയാണ് ഇന്ന് മാടായി കോളേജിലെ ITI കോളേജിലെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ ഇനിയിപ്പോൾ ഞങ്ങളുടെ എറണാകുളത്ത് കോതമംഗലത്ത് ഷൂ എറിഞ്ഞ് പ്രതിഷേധിച്ചു. എന്തിൻ്റെ പേരിലാണ്? ഞങ്ങളുടെ സഹപ്രവർത്തകരെ എല്ലാം ഇവിടെ കേരളത്തിൽ ഉടനീളം ക്രൂരമായി ആക്രമിച്ചതിൻ്റെ പേരിൽ ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനത്തിന് ഷൂ എറിഞ്ഞു. ശരി, ഞങ്ങൾ ഷൂ എറിഞ്ഞെങ്കിൽ ഞങ്ങൾക്കെതിരെ അവർ 123B ഉൾപ്പെടെ IPC 308 ഉൾപ്പെടെ വധശ്രമത്തിനാണ് കേസെടുത്തത്. കോടതി പോലും ചോദിച്ചത് ഷൂ എറിഞ്ഞാൽ വധശ്രമമാകുമോ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ സഹപ്രവർത്തകർക്ക് ജാമ്യം കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ സംഭവം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിരിക്കുക. അപ്പോഴാണ് നിങ്ങളുടെ സഹപ്രവർത്തകയായിട്ടുള്ള അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകയായിട്ടുള്ള വിനീത എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക്, ആ പെൺകുട്ടി ആ സംഭവ സ്ഥലത്ത് ഈ വിഷ്വൽ ഷൂട്ട് ചെയ്തതിന്റെ പേരിൽ, ഈ വാർത്ത ലൈവ് പറഞ്ഞതിന്റെ പേരിൽ ആ പെൺകുട്ടിക്കെതിരെയും 308 ഉൾപ്പെടെ ചാർജ് ചെയ്തിരിക്കുകയാണ്. ഇത് എന്ത് ജനാധിപത്യം എന്നാണ് പറയുന്നത്? മാധ്യമ സ്വാതന്ത്ര്യത്തെ കുറിച്ച് വലിയ വായിൽ സംസാരിക്കുന്ന ആളുകളാണ് ഈ കേസ് എടുത്തിരിക്കുന്നത്. വേട്ടയാടുകയല്ലേ? മാധ്യമ സ്വാതന്ത്ര്യത്തെ കുറിച്ച് വലിയ വായിൽ സംസാരിക്കുന്ന ആളുകളാണ്. അതെ, ഇനി കേസെടുക്കുവാൻ മുൻപന്തിയിൽ നിന്നിരിക്കുന്നത്. അത് മാത്രമാണോ? അതെ, ഞാൻ പറയുന്നത് ഇവിടെ ഒരു കാലത്ത് 57-ൽ EMSന്റെ സർക്കാർ തോക്കു ചൂണ്ടിയാണ് കേരളം ഭരിച്ചതെങ്കിൽ ഇന്നിപ്പോൾ 2023 അവസാനിക്കാറാകുമ്പോൾ പിണറായി വിജയന്റെ പോലീസ് കാപ്പ കേസിലെ പ്രതികളായിട്ടുള്ള DYFI ഗുണ്ടകളുടെ അകമ്പടിയോട് കൂടിയാണ് കേരളം ഭരിക്കുന്നത് എന്ന ലജ്ജാകരമായ ഒരു കാര്യത്തിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. ഇപ്പോൾ ഇവിടെ ഇന്നലെ, ഇനിയിപ്പോൾ ഇതൊക്കെ പോട്ടെ മഞ്ജുഷ, ജനസദസ് അവിടെ നിൽക്കട്ടെ. ജനസദസ് ഞങ്ങളുടെ പ്രതിഷേധത്തെ ഇവരൊക്കെ അടിച്ചമർത്താൻ ഇറങ്ങിയാലോ? ഒരു ഭാഗത്ത് പോലീസ്, കമാൻഡോസ്, ഗൺമാൻമാർ, ഇതൊക്കെ പോരാഞ്ഞിട്ട് കഞ്ചാവ് മയക്കുമരുന്ന് മാഫിയകൾക്ക് നേതൃത്വം കൊടുക്കുന്ന, കൊട്ടേഷൻ സംഘങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന DYFIയും ഇതൊക്കെ ഒന്ന് മാറ്റിവെച്ചേക്കും മഞ്ജുഷേ. ഞങ്ങൾ ഇന്നലെ ഇടുക്കിയിലെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു മാർച്ച് നടത്തി. ആ മാർച്ചിൽ ഞങ്ങളുടെ ആവശ്യം എന്തായിരുന്നു? DYFIയുടെ CPMന്റെ പ്രവർത്തകനായ ഒരു ദളിത് പെൺകുട്ടിയായ 6 വയസ്സുകാരിയെ ക്രൂരമായി പീഡിപ്പിച്ച് കൊന്നുകെട്ടി തൂക്കിയ ആ ചെറുപ്പക്കാരന് വധശിക്ഷ നൽകണമെന്നായിരുന്നു ഞങ്ങളുടെ സമര ആഹ്വാനം. ആരാണിത് പറഞ്ഞത്?
ഈ കോടതിയുടെ വിധി വന്ന ചെറുപ്പക്കാരൻ കുറ്റക്കാരനല്ല എന്ന് കോടതി വിധിക്കുമ്പോഴും ആ കേസ് അന്വേഷിച്ച ഈ പറയുന്ന പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന സുരേന്ദ്രന്റെ പോലീസ് പറയാണ് ആ കുറ്റക്കാരൻ അർജുൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്നെയാണ് ആ കുറ്റകൃത്യം ചെയ്തതെന്നാ പറയുന്നത്. അപ്പോ അതുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ, ഫ്രാൻസിസിന്റെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാറിലേക്ക് യു കോൺഗ്രസ് മാർച്ച് വെക്കുമ്പോൾ ആ മാർച്ച് പോലീസ് തടയുമ്പോൾ ഞങ്ങളെ തടഞ്ഞ് മറ്റൊരു ഭാഗത്ത് നിന്നുകൊണ്ട് ബിയർ ബോട്ടിലുകളുമായി, കേൾക്കണം മഞ്ജുഷെ, ബിയർ ബോട്ടിലുകളുമായി, കുറുവടിയുമായി, വാരിക്കുന്തവുമായി, ഇഷ്ടിക ചീളുകളുമായി ഞങ്ങളെ മറുഭാഗത്ത് ആക്രമിക്കാൻ എത്തുന്നത് ഞങ്ങളെ പോലീസ് മുൻഭാഗത്ത് തടഞ്ഞേക്കുക. അത് ഞങ്ങൾ സമ്മതിച്ചു. ഞങ്ങളുടെ പിൻഭാഗത്ത് ഞങ്ങളെ ആക്രമിക്കാൻ ബിയർ ബോട്ടിലുകളും ലാത്തികളും കുറുവടികളും വാരിക്കുന്തവും ഇഷ്ടിക ചീളുമായി കടന്നു വന്നതാരാ? ഡിവൈഎഫ്ഐക്കാർ. അപ്പോ ഈ വണ്ടിപ്പെരിയാറിലെ നീതി ലഭിക്കാത്ത ആ ദളിത് പിഞ്ചോമന പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി ലഭ്യമാക്കണമെന്ന് പറയുമ്പോ ഈ ഡിവൈഎഫ്ഐക്ക് എന്തിനാ അസ്വസ്ഥരാകുന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അഡ്വക്കേറ്റ് ബി എൻ ഭാസ്കർ ഇവിടെ ജിൻഷാദ് ജിന്നാസ് ഉയർത്തിയിരിക്കുന്നത്. കാരണം ഇവിടെ ഒരു സംഘടനയ്ക്കും സമരം ചെയ്യാൻ പറ്റില്ല എന്ന രീതി വന്നിരിക്കുകയാണ്. പോലീസ് നേരിട്ടോട്ടെ സമരക്കാരെ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഈ നവകേരള സദസ്സോട് കൂടി ഒരു പുതിയ സമ്പ്രദായം ഇവിടെ രൂപീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അത് മുഖ്യമന്ത്രിയുടെ മൗനാനുവാദത്തോടെയല്ല, പരസ്യമായ അനുവാദത്തോടെയാണ്. അതായത് സമരം ചെയ്യുന്നവരെ അടിച്ചൊതുക്കുവാനായിട്ട് SFIക്കാരുണ്ടാവും, DYFIക്കാരുണ്ടാവും, CPMകാരുണ്ടാകും. ഇദ്ദേഹം വണ്ടിപ്പെരിയാറിലെ കാര്യം പറഞ്ഞതൊരു പ്രധാനപ്പെട്ട കാര്യം. അത് മാത്രമല്ല, കല്യാശ്ശേരിയിൽ കണ്ടതാണ്, പെരുമ്പാവൂരിൽ കണ്ടതാണ്. ഇങ്ങോട്ട് വരുമ്പോൾ എല്ലായിടത്തും ആയി കഴിഞ്ഞു. തിരുവനന്തപുരത്തേക്ക് കടന്നപ്പോൾ ഓരോ നിയോജക മണ്ഡലത്തിലും ഇത് കാണുകയാണ്. ഇന്ന് കണ്ടു, കാട്ടാക്കടയിൽ കണ്ടു, അരുവിക്കരയിൽ കണ്ടു, നെയ്യാറ്റിൻകരയിൽ കാണുന്നു. ഇതെന്താണിത്? എല്ലായിടത്തും യൂണിഫോം ഇട്ടുകൊണ്ടാണ് ഈ DYFIയുടെ ഗുണ്ടകൾ വരുന്നത് ഈ സമരക്കാരെ അടിച്ചൊതുക്കുന്നതിന് വേണ്ടി. കേട്ടുകേൾവിയില്ലാത്ത ഒരു കാര്യമാണ് അഡ്വക്കേറ്റ് ബി എൻ ഭാസ്കർ. അതായത് നവകേരള സദസ്സോടുകൂടി കേരളത്തിന് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്ന ഒരു പുതിയ ഭാഷാ പ്രയോഗമാണ് രക്ഷാപ്രവർത്തനമെന്ന്. സൗകര്യമില്ല, ഇനി അങ്ങോട്ട് അതിനെ നേരിടേണ്ടി തന്നെ വരും. അഡ്വക്കേറ്റ് ബി എൻ ഭാസ്കർ, ഇത് ശരിയല്ല ഇത്?